Hi friends, welcome to TechiSpace Malayalam. നമ്മുടെ ചാനലിൽ നമ്മൾ എല്ലാ ആഴ്ചയും പുതിയ ഗിവുകൾ നടത്തുന്നുണ്ട്. അപ്പോൾ അതിൽ പങ്കെടുത്ത് നിങ്ങൾക്ക് സമ്മാനങ്ങൾ നേടാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് Realme C3 വേഴ്സസ് Samsung M10s Speedtest ആണ്. ഏത് ഫോണാണ് ബെറ്റർ പെർഫോമൻസ്? ഏത് ഫോണിനാണ് ബെറ്റർ റാം മാനേജ്മെന്റ്? രണ്ട് ഫോണും രണ്ട് ബഡ്ജറ്റിൽ ഇറങ്ങിയിരിക്കുന്ന ഫോണുകളാണ്. പക്ഷെ എന്നിരുന്നാലും അതിൻ്റെ സ്പെക്ക് കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് സിമിലർ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനൊരു സ്പീഡ് ടെസ്റ്റ് നടത്തുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ പെർഫോമൻസ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. 7,000 രൂപ ബഡ്ജറ്റിലാണ് Realme C3 ഇറങ്ങിയിരിക്കുന്നത്, 9,000 രൂപ ബഡ്ജറ്റിലാണ് M10s ഇറങ്ങിയിരിക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും നമ്മൾ അതിൻ്റെ ഒരു കമ്പാരിസൺ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഈ സ്പീഡ് ടെസ്റ്റ് നടത്തുന്നത് ഒരു റേസ് രീതിയിലാണ്. ഫസ്റ്റ് റൗണ്ടിൽ നമ്മൾ നോർമൽ ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്ത് അതിൻ്റെ പെർഫോമൻസും കാര്യങ്ങളും നോക്കുന്നതാണ്. സെക്കൻഡ് റൗണ്ടിലേക്ക് വരുമ്പോൾ ഇൻറ്റൻസീവ് ആപ്ലിക്കേഷൻസ് നമ്മൾ ഓപ്പൺ ചെയ്ത് അതിൻ്റെ പെർഫോമൻസും നോക്കുന്നതാണ്. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. Realme C3 7,000 രൂപ ബഡ്ജറ്റിലും സാംസങ് M10s 8,500 രൂപ ബഡ്ജറ്റിലുമുള്ള രണ്ട് ഫോണുകളാണ്. പക്ഷേ ഇത് തമ്മിലുള്ള സ്പീഡ് ടെസ്റ്റ് നമുക്ക് ഏത് ഫോണാണ് ബെറ്ററായിട്ട് പെർഫോം ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ Realme C3യിൽ ഹീലിയോ G70 പ്രോസസ്സറാണ് വരുന്നത്. അതേസമയം സാംസങ് M10sൽ Exynos 7884B എന്ന ചിപ്സെറ്റാണ് വരുന്നത്. ഫസ്റ്റ് റൗണ്ടിൻ്റെ ഫസ്റ്റ് ലാപ്പ് 1 മിനിറ്റും 2 സെക്കൻഡ് കൊണ്ട് Realme C3 പൂർത്തിയാക്കിയിരിക്കുകയാണ്. അതേസമയം സാംസങ് M10s 1 മിനിറ്റ് 34 സെക്കൻഡ് കൊണ്ടാണ് ഫസ്റ്റ് റൗണ്ടിൻ്റെ ഫസ്റ്റ് ലാപ്പ് പൂർത്തിയാക്കിയിരിക്കുന്നത്. പിന്നെ നമുക്ക് റാം മാനേജ്മെൻറ്റിൽ ഏത് ഫോണാണ് ബെറ്ററായിട്ട് പെർഫോം ചെയ്യാൻ നോക്കാം. നമുക്ക് റാം മാനേജ്മെൻറ്റിലേക്ക് വരാം. റാം മാനേജ്മെൻറ്റിലേക്ക് വരുമ്പോഴും ഇവിടെയും വിജയിക്കുന്നത് Realme C3 തന്നെയാണ്. 1 മിനിറ്റും 25 സെക്കൻഡ് കൊണ്ട് Realme C3 ഫസ്റ്റ് റൗണ്ട് മുഴുവനായിട്ട് പൂർത്തിയാക്കിയിരിക്കുകയാണ്. അതേസമയം 3 മിനിറ്റും 4 സെക്കൻഡ് കൊണ്ടാണ് സാംസങ് M10s ഫസ്റ്റ് റൗണ്ട് മുഴുവനായിട്ട് പൂർത്തിയാക്കുന്നത്. ഇവിടെ തീർച്ചയായിട്ടും വിജയിക്കുന്നത് Realme C3 തന്നെയാണ്. നമുക്കിനി ഇൻറ്റൻസീവ് ആപ്ലിക്കേഷൻസ് ഏത് ഫോണിനാണ് ബെറ്ററായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നത് നമുക്ക് നോക്കാം.
സെക്കൻഡ് റൗണ്ടിൻ്റെ ഫസ്റ്റ് ലാപ്പ് 3 മിനിറ്റ് 45 സെക്കൻഡ് കൊണ്ടാണ് റിയൽമി C3 പൂർത്തിയാക്കിയിരിക്കുന്നത്. അതേസമയം ചെറിയൊരു വ്യത്യാസത്തോടു കൂടി 3 മിനിറ്റ് 59 സെക്കൻഡോട് കൂടിയാണ് സാംസങ് M10s സെക്കൻഡ് റൗണ്ടിൻ്റെ ഫസ്റ്റ് ലാപ്പ് പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇവിടെ ചെറിയൊരു വേരിയേഷൻ ഉള്ളൂ, എന്നാലും വിജയിക്കുന്നത് റിയൽമി C3 തന്നെയാണ്. പിന്നെ നമുക്ക് റാം മാനേജ്മെൻറ്റ്, ഇൻറ്റൻസീവ് ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുമ്പോൾ റാം മാനേജ്മെൻറ്റ് ഏത് ഫോണാണ് ബെറ്റർ ആയിട്ട് ഡീൽ ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. സെക്കൻഡ് റൗണ്ട് മുഴുവനായിട്ട് പൂർത്തിയാക്കാനായിട്ട് റിയൽമി C3ക്ക് വേണ്ടി വന്നത് 7 മിനിറ്റ് 57 സെക്കൻഡാണ്. അതേസമയം സാംസങ്ങും വലിയ വ്യത്യാസമില്ലാതെ 7 മിനിറ്റ് 52 സെക്കൻഡ് കൊണ്ട് തന്നെ M10s പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഒരു 1500 രൂപ വേരിയേഷനുള്ള രണ്ട് ഫോണുകൾ, റിയൽമി C3, M10s. പക്ഷേ ഇതിനകത്ത് നല്ല പെർഫോമൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് റിയൽമി C3യിലാണ്. തീർച്ചയായും ഇവിടെ ഓവറോൾ വിജയിക്കുന്നത് റിയൽമി C3 തന്നെയാണ്.